ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട് എൻ്റെ കാലിൻ്റെ ആംഗിൾ സ്പ്രെയിൻ ആയിരുന്നു, റെസ്റ്റ് ആയിരുന്നു. ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്താണല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയുമായിട്ട് കൂടുതൽ അങ്ങോട്ട് ഇൻവോൾവ് ആകുന്നത്. അങ്ങനെ ചുമ്മാതെ യൂട്യൂബ് നോക്കിയിരുന്നപ്പം ഒന്ന് രണ്ട് ദിവസമായി ഞാനൊരു കാര്യം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരാൾ കിടന്നങ്ങോട്ട് പ്രഹസനം കാണിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ജാസിയെ കുറിച്ചാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ ചാനലിൽ എവിടെയെങ്കിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ജാസിയെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇപ്പൊ തന്നെ ഓർമ്മ വരും, അയ്യോ അന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് എന്താണ് ഇപ്പോൾ ഇങ്ങനെയെന്ന്. എന്തുകൊണ്ടാണ് ഞാൻ ഈ LGBT-ക്യൂവിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്, LGBT-ക്യൂ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ, ഒരു സ്നേഹമാണ്, ഒരു സഹതാപപൂർവമായിട്ടുള്ള ഒരു സ്നേഹമാണ് എനിക്ക് അവരോട്. എല്ലാവരും പറയാറില്ലേ സഹതാപം ആവശ്യമില്ല എന്ന്. എന്തോ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വികാരം എന്ന് നമുക്ക് പറയാമല്ലോ. അപ്പോൾ അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്തിട്ട് വേണം ഒരു നോർമൽ ലൈഫ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് അത്. പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സമൂഹത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ട് ഒരു അതായത് എന്താ സർവൈവ് ചെയ്ത് ജീവിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സഹതാപപൂർവമായിട്ടുള്ള ഒരു സ്നേഹമാണ് എനിക്ക് ഇവരോട്. പക്ഷേ ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, ഈ LGBT-ക്യൂ ആ ഒരു കമ്മ്യൂണിറ്റിയെ മുതലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ളൊരു കാര്യം മുതലെടുത്തുകൊണ്ട് പ്രശസ്തിക്ക് പണത്തിനും വേണ്ടി നാവെടുത്താൽ കള്ളം മാത്രമാണ്. മുന്നിൽ നിൽക്കുന്ന മീഡിയ ആണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും കണ്ണും പൂട്ടി ഈ വ്യക്തി അവരോട് പച്ചക്കള്ളങ്ങളാണ് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെസ്റ്റ് ടൈം ആണ്, ഇപ്പോഴും കാലിന് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. റീസെന്റ് ആയിട്ട് ഈ ജാസിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. പുള്ളി വജൈനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. അതായത് ഭയങ്കര മേജർ ആയിട്ടൊരു സർജറിയാണ്, അതായത് സെക്സ് റീകൺസ്ട്രക്ഷൻ സർജറി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും മേജർ ആയിട്ടുള്ളൊരു സർജറി കഴിഞ്ഞു എന്ന്. പക്ഷെ ആ വീഡിയോയിൽ ഒരു IV ലൈൻ പോലും, ഒരു കാനുല പോലും പുള്ളിയുടെ കയ്യിൽ ഇല്ല എന്ന് മാത്രമല്ല, അത്രയും വലിയൊരു സർജറി കഴിഞ്ഞ ഒരു പേഷ്യന്റ് ആയിട്ട് നമുക്ക് തോന്നത്ത് പോലും ഇല്ല. ആ വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും, കൊച്ചിയിലുള്ള റിനൈ മെഡിസിറ്റിയാണ് ഹോസ്പിറ്റൽ. എന്തോ ഒരു സർജറിക്ക് വേണ്ടി പോകുന്നുണ്ട്. ഒന്നുകിൽ ഈ വല്ല അഡിനോയിഡോ ടോൺസിലൈറ്റിസോ വളരെ മൈനർ ആയിട്ടുള്ള എന്തോ ഒരു സർജറിക്ക് വേണ്ടി ആയിരിക്കാം. പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഈ വജൈനോപ്ലാസ്റ്റി ചെയ്തിട്ടില്ല. പക്ഷെ ആ വീഡിയോയിലുടനീളം ഇങ്ങേര് പറയുന്നത്, ഇങ്ങേരുടെ ഈ റീകൺസ്ട്രക്ഷൻ വജൈനോപ്ലാസ്റ്റി സർജറി ചെയ്തു. ഒരുപാട് ആളുകൾ എന്നെ കളിയാക്കുന്നുണ്ട്, ഞാൻ എന്ത് ഡ്രസ്സ് ഇട്ടാലും കളിയാക്കുന്നുണ്ട്. പിന്നെ കളിയാക്കില്ലേ, കാരണം ചില ഡ്രസ്സുകൾ ഇടുമ്പോൾ കളിയാക്കാൻ, അതായത് ഇതങ്ങനെയല്ലല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് സാധാരണക്കാർക്ക് തോന്നും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ആളുകൾ, ഒരു നാടകം കണ്ടാൽ അഭിപ്രായം പറയാമല്ലോ. അങ്ങനെ ആരുടെയും ഭാഗത്ത് നെഗറ്റീവ് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതുപോലെയുള്ള വേഷം കെട്ടലുകൾ കാണിച്ച് ഈ റാം വോക്കിലും അല്ലെങ്കിൽ വലിയ വലിയ ഫംഗ്ഷനും പോകാതിരിക്കുക. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് പോകാൻ ഇവർ ഒരുങ്ങി റെഡിയായിട്ട് ആദ്യം ചെയ്യുന്നത്, ഫോൺ എടുത്തിട്ട് ഈ നീലക്കുയിൽ പോലെയുള്ള പപ്പറാസികളൊക്കെ വിളിച്ചിട്ട് പറയും, ഞാൻ ഇന്നടത്തുണ്ട്, ഞാൻ ചെല്ലുമ്പോൾ തന്നെ എന്നെ നിങ്ങൾ ചുറ്റും അങ്ങോട്ട് മൂടിയിട്ട് നിങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കണം, ഞാൻ കണ്ണും പൂട്ടി പച്ചക്കള്ളം പറയും. എന്നെ കേൾക്കുന്ന, അല്ലെങ്കിൽ ഈ ചോറ് കഴിക്കുന്ന സമയത്ത്, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ സോഷ്യൽ മീഡിയ ഒന്ന് സ്ക്രോൾ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന സാധാരണക്കാരൻ എൻ്റെ വാക്ക് കേട്ട് അത് വിശ്വസിക്കും. അവന്മാരൊക്കെ പൊട്ടന്മാരായിക്കോട്ടെ എന്ന് പ്രീ പ്ലാൻ ചെയ്ത് കള്ളങ്ങൾ പറഞ്ഞു നടക്കുന്ന ഈ ഒരു വ്യക്തി ആ വീഡിയോയിലുടനീളം പറയുന്ന വജൈനോപ്ലാസ്റ്റി ചെയ്തു, എന്നെ ഒരുപാട് പേർ കളിയാക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഇന്ന് ഈ ഒരു സർജറിക്ക് വിധേയനായി. സർജറി കഴിഞ്ഞു വരുന്ന രംഗമൊക്കെ ഒന്ന് കാണണം. അങ്ങോട്ട് പോയ ആൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ, അതായത് അത്രയും വലിയ ഒരു ജനറൽ അനസ്തീഷ്യ ആ ബോഡിയിൽ കയറിയതോ അല്ലെങ്കിൽ ഒരു സർജറി നടന്നതിൻ്റെയോ യാതൊരു ലക്ഷണങ്ങളും ഒന്നുമില്ല. ചുമ്മാ അതിങ്ങനെ റിനൈ മെഡിസിറ്റിയാണ്, ഹോസ്പിറ്റലാണ്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ IV ലൈനോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ക്ഷീണകരമായിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഒരു സർജറി, ഇതുപോലുള്ള സർജറികൾ കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മെഷീൻസ് ഒക്കെ അടുത്തുണ്ടാവില്ലേ, അല്ലെങ്കിൽ മെഡിസിൻ ബോട്ടിൽസ്, ഇതൊക്കെയുണ്ട്. ഇതൊന്നും കാണാതെ ചുമ്മാതെ വന്ന ആളുകളെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ കള്ളം പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഇടം നേടണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, നാക്കെടുത്താൽ നുണകൾ മാത്രമാണ് പറയുന്നത് എന്ന് മനസ്സിലായി. കാരണം ഈ വ്യക്തിയുടെ പല ഇന്റർവ്യൂസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ മറ്റുള്ളവർ പറയാതെ ഇരുന്ന സമയത്ത് ഇയാളാണ് ശരി എന്ന് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാട് പേർ ഇദ്ദേഹത്തിന്റെ കള്ളങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്.
അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവൻ പക്ക ഒരു കള്ളനാണെന്ന് മനസ്സിലായത്. മാത്രമല്ല മാതൃത്വത്തിന് പോലും ഒരു സീറോ വാല്യൂ കൊടുത്തുകൊണ്ടാണ് ഇവൻ ഇപ്പോൾ പ്രഹസനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നലെയോ മെനഞ്ഞാന്നോ മറ്റോ ആണ് ഈ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്, വജൈനോപ്ലാസ്റ്റി ചെയ്തു, റീകൺസ്ട്രക്ഷൻ സർജറി ചെയ്തു എന്ന്. അതിന് 1 മാസം മുന്നേ അവന്റെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്തേക്കുന്നത് അവൻ 5 മാസം പ്രഗ്നന്റ് ആണ് എന്ന്. അതെങ്ങനെയാ? ഗർഭിണിയായിട്ടാണോ ആണ് പെണ്ണാവുന്നത്, പുരുഷൻ സ്ത്രീ ആവുന്നത്? അത് വല്ലാത്തൊരു അത്ഭുതമായി പോയല്ലോ. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഇതുപോലെയുള്ള ഈ പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കുന്നത് പോലെയുള്ള കള്ളങ്ങൾ ഞാൻ പറഞ്ഞാലും കേൾക്കുന്നവർ എന്നെ അങ്ങോട്ട് വിശ്വസിച്ചോളും എന്നാണ് ഇവന്റെ ധാരണ. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ആ ഒരു വ്യക്തിത്വം എത്രമാത്രം കള്ളങ്ങൾ പറഞ്ഞാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ക്യാമറയും തൂക്കി പിടിച്ച് പുറകെ നടക്കുന്ന പപ്പരാസികൾക്കിട്ടാണ് ആദ്യം 2 നല്ല 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 ചൂരൽ കഷായം കൊടുക്കേണ്ടത്. ഇവൻ പോകുന്ന പുറകെ ഈ ക്യാമറയും തൂക്കി ഏതോ സെലിബ്രിറ്റീസിന് ഇല്ലാത്ത ഒരു ഹൈപ്പാണ് ഇവന് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കാതിരിക്കുക. ഇവൻ ഇനി വല്ല 1000 രൂപയൊക്കെ കൊടുത്തിട്ടായിരിക്കാം ഈ മീഡിയ ഇറക്കുന്നത്. ഇനി ഇവന്റെ ഈ ഒരു കൂലി നിങ്ങൾ വാങ്ങിച്ച് ഇവന്റെ പുറകെ പോകുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചാൽ തീരും ഈ ഒരു പ്രസ്ഥാനം. ഈ ഒരു ചരിത്രം ഇതോടുകൂടി അവസാനിക്കും. പക്ഷെ അങ്ങനെ ആരെങ്കിലും ചെയ്യണ്ടേ? ഇവൻ എവിടെ പോയാലും ക്യാമറയും തൂക്കി പിടിച്ച ആളുകൾ ഇവന്റെ പുറകെയുണ്ട്. ഇവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഒരിക്കലും ഇവനെ ഇവളെന്ന് പറയാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാതൃത്വത്തിന് പോലും വില കൊടുക്കാതെ ഇവൻ പച്ച കള്ളങ്ങളാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇംഗ്ലീഷിൽ ഭയങ്കര പരിജ്ഞാനം കൂടുതലാണ്. അതുകൊണ്ട് ഒരൊറ്റ വാക്ക് മാത്രമേ അറിയത്തുള്ളൂ, സീരിയസ്ലി. സീരിയസ്ലി എന്നൊരു വാക്ക് എല്ലായിടത്തും അങ്ങോട്ട് ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മറ്റൊരു വീഡിയോ കണ്ടു, ഞാൻ ചിരിച്ച് എൻ്റെ ഉപാട് വന്നു. അതിൽ ഇവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു റെഡ് കളർ, ഒരു മെറൂൺ കളർ ഗൗൺ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് കഴുത്തിൽ ഒരു നെക്ലേസ് ഉണ്ട്. മീഷോയിൽ നിന്ന് 650 രൂപയ്ക്ക് ഈ മറ്റേ ക്രോണോഗ്രാഫി എന്ന് പറഞ്ഞിട്ടൊരു, അങ്ങനെ തന്നെയാണോ ചാനലിന്റെ പേരെന്ന് എനിക്കറിയില്ല, വാച്ചസിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം പുള്ളിയുടെ ചാനലിൽ ഒരു വീഡിയോ കണ്ടു. അതിൽ അദ്ദേഹം ഇവന്റെ കള്ളത്തരങ്ങൾ പൊളിക്കുന്നുണ്ട്. ഇവൻ കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്ന മാല മീഷോയിൽ നിന്ന് 600 രൂപയ്ക്ക് കിട്ടും. എന്നിട്ട് ഇവൻ മീഡിയയുടെ മുന്നിൽ പറഞ്ഞേക്കുന്നത്, ഈ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ഈ ലോകത്ത് എനിക്കും പ്രിയങ്ക ചോപ്രയ്ക്കും മാത്രമേ ഈ മാലയുള്ളൂ എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പ്രിയങ്ക, അതായത് എന്നിട്ട് അവൻ വില പറയുന്നുണ്ട് 3 ലക്ഷം 6 ലക്ഷം. ചുമ്മാ ഈ ഫംഗ്ഷന് പോയി ഫുഡും കഴിച്ച് ഈ പച്ച കള്ളങ്ങളും തുപ്പിക്കൊണ്ട് നടക്കുന്ന ഇവന് 2 ലക്ഷം രൂപയുടെയും 10 ലക്ഷം രൂപയുടെയും ഓർണമെന്റ്സ് വാങ്ങി ധരിക്കാനുള്ള പാങ്ങില്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും മീഡിയയ്ക്ക് മുന്നിൽ, അതായത് യൂട്യൂബ് അല്ലെങ്കിൽ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലാണ്. നിങ്ങൾ പറയുന്ന എല്ലാം മറ്റുള്ളവർ കേൾക്കുക മാത്രമല്ല, നിങ്ങളെ കാണുകയും ചെയ്യാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, അയ്യോ ഇവൻ പടച്ച കള്ളമാണല്ലോ, ഇവൻ പറയുന്നത് മുഴുവൻ കള്ളമാണല്ലോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിത്വത്തിന് അവിടെ 0 വാല്യൂ ആണ് വരുന്നത്. ആ 0 വാല്യൂ കൊണ്ട് ഈ ഭയങ്കര എന്തോ മൈൽ സ്റ്റോൺ ഒക്കെ കടക്കണം എന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് വളരെ പരിമിതമായ കാലഘട്ടത്തേക്കേ ഉള്ളൂ അതിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത്. എനിക്ക് അത്ഭുതം വന്നുപോയി. എൻ്റെ കയ്യിലും പ്രിയങ്ക ചോപ്രയുടെ കയ്യിലും മാത്രമേ ഈ ഒരു നെക്ക് പീസ് ഉള്ളൂ. ഇതിന് 6 ലക്ഷം രൂപയാണ്. എന്നിട്ട് ഇവൻ ഈ വാക്കാണ്, സീരിയസ്ലി. പിന്നെ അടുത്ത വീഡിയോയിൽ അതിനു മുമ്പ് ഇൻസ്റ്റയിൽ എന്തോ ഈ 5 മാസത്തെ ചെക്കപ്പിന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് കള്ളൻ നൈറ്റിയൊക്കെ വാരി ഇട്ടു. അതിൻ്റെ അടിയിൽ കുറേ തുണിയൊക്കെ കുത്തി കയറ്റി വയറ് പോലെ ആക്കി വെച്ചിട്ട്, അതോ ഇനി വല്ല മെഷീൻസ് ആണോ എന്ന് നമുക്കറിയത്തില്ല. 5 മാസത്തെ സ്കാനിങ്ങിന് പോയതാ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നു, എനിക്ക് 5 മാസം കഴിഞ്ഞു. അപ്പം ഈ ക്യാമറയും മൈക്കും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ നീലക്കുയിൽ ആരാണ്ട് ചോദിക്കുന്നുണ്ട്, പ്രഗ്നന്റ് ആണോ? അപ്പോൾ തിരിച്ചു പറയുന്നത് സീരിയസ്ലി. എല്ലാ കാര്യങ്ങൾക്കും ഒരൊറ്റ ഇംഗ്ലീഷ് വാക്കാണ് കൂട്ടിച്ചേർക്കുന്നത്, സീരിയസ്ലി. അത് ചേർത്ത് കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ വിശ്വസിക്കും എന്നാണ് അർത്ഥം. ജാസ് വിചാരിക്കുന്നത് സീരിയസ്ലി എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ പടച്ച കള്ളനാണ് എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ വജൈനോപ്ലാസ്റ്റി എന്ന് പറയുന്ന സർജറി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആ വീഡിയോയിൽ തന്നെ വ്യക്തമാണ്. എന്തിനാണ് ഇങ്ങനെ കള്ളങ്ങൾ പറയുന്നത്? ഇങ്ങനെ കള്ളങ്ങൾ പറഞ്ഞിട്ട് ഇനി ഇറുകി പിടിച്ച് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇനി അടുത്ത ദിവസം വരും. അപ്പോൾ വീണ്ടും എല്ലാവർക്കും മനസ്സിലായില്ലേ മറ്റേത് കഴിഞ്ഞിട്ടില്ല എന്ന്. എന്തിനാണ് ഇങ്ങനെ സ്വയം കുഴി തോണ്ടി ആ കുഴിയിൽ വീണ് എഴുന്നേറ്റ് വീണ്ടും കുഴിയിൽ വീണ് എഴുന്നേറ്റ് നടക്കുന്നതെന്ന്
എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ചില ആളുകൾ കാരണം ആ ഒരു കമ്മ്യൂണിറ്റിക്ക് മുഴുവൻ ഒരു ചീത്തപ്പേരാണ്. ശരിക്കും ആ കമ്മ്യൂണിറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ അതിലുണ്ട്. രഞ്ജു രഞ്ജിമാർ ആണെങ്കിലും ഹെയ്ദി സാദി ആണെങ്കിലും ഒരുപാട്, ഈ ഹണി റോസ് എയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമാണ് അവരുടെയൊക്കെ സംസാരം. എത്ര ബുദ്ധിപൂർവ്വമാണ്, എത്ര വിവരത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. അവർക്കൊക്കെ ഒരു പേരുദോഷമാണ് ഈ ഒരുത്തൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവരൊക്കെ ഈ കമ്മ്യൂണിറ്റിയെ രക്ഷിക്കാൻ വേണ്ടി പലപ്പോഴായി പല ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ജാസിക്ക് എന്ന്. പക്ഷെ ഇവൻ ആ കമ്മ്യൂണിറ്റിയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് ഈ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ചരിത്രം അവസാനിക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവൻ പോകുന്ന പുറകെ ക്യാമറയും പൊക്കി പിടിച്ച് പോകാതെ ഇരിക്കുക. മനസ്സിലായില്ലേ? എല്ലാവരും നോക്കുക. നമ്മളിങ്ങനെ ഉത്സവത്തിനൊക്കെ പോകുമ്പം നമ്മൾ ഈ ആനയൊക്കെ നെറ്റിപ്പട്ടം കെട്ടി ഇങ്ങനെ പോകുമ്പോൾ കാണില്ലേ, കാണുക. അല്ലാതെ ആന എടുത്ത് പോയി എവിടുന്നാ വരുന്നേ, എന്തെങ്കിലും കഴിച്ചോ, ഇപ്പൊ എത്ര മാസവാ, എത്രാമത്തെ കല്യാണം കഴിഞ്ഞ്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? നിങ്ങൾ ആ നെറ്റിപ്പട്ടം കെട്ടി വരുന്ന ആനയെ കണ്ട് സന്തോഷിക്കാറല്ലേ ഉള്ളൂ. അത്രയും ചെയ്താൽ മതി. അതോടുകൂടി ഈ ചരിത്രം ഇവിടെ അവസാനിക്കും. അല്ലാതെ യാതൊരു മാർഗവും. ഈ പച്ചൻ കള്ളങ്ങൾ കേട്ട് കാല് വയ്യാതിരിക്കുന്ന എനിക്ക് പോലും പ്രതികരിക്കണമെന്ന് തോന്നി. അപ്പോഴാണ് നാട്ടുകാർക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.